ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ തയ്യലാണ്. അപ്പം ഞങ്ങളുടെ അപ്പുവിൻ്റെ പഴയ യൂണിഫോം പാൻറ്റാണ്. ഇനി അത് നമുക്ക് യൂസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തയ്ക്കാമെന്ന് ഉദ്ദേശിച്ചാൽ, ഞങ്ങൾ താമസിക്കുന്ന ഒരു കൊച്ചു മുറിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മാക്സിമം സാധനങ്ങൾ ഒതുക്കി വെക്കാനാണ് നോക്കുന്നത്. അപ്പം ഞാൻ ഈ പാൻറ്റിൻ്റെ ഇത് വെട്ടിയെടുത്തിട്ട് അതുകൊണ്ട് ഒരു സൈഡ് ബാഗ് പോലെ തയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തയ്യൽ അഴിച്ചെടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ തുണി കിട്ടും. പക്ഷേ എനിക്കതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് എളുപ്പം പരിപാടിയല്ലേ നമ്മൾ നോക്കത്തുള്ളൂ. അപ്പം ഞാനത് കട്ട് ചെയ്തെടുത്തു. അപ്പം അതുപോലെ നമ്മൾ എത്രയും വീതിയുള്ള പാൻറ്റാണോ അതനുസരിച്ച് എടുത്താൽ മതി. അല്ലെങ്കിൽ രണ്ടെണ്ണം ജോയിൻ ചെയ്താൽ മതി. ഇത് ഇച്ചിരി വീതിയുള്ളതായതുകൊണ്ട് ഞാൻ വേറെ ജോയിൻ ചെയ്യുന്നില്ല. ഞാനിങ്ങനെ ഇതിന് മുമ്പേ 2-3 തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പൊണ്ണ് ഹോസ്റ്റലിൽ പോയപ്പം അവൾക്ക് നല്ല യൂസായിരുന്നു. അവിടെ സ്പേസ് കുറവല്ലേ, അപ്പോൾ അതിനകത്തിടാൻ അവൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഇത് വെച്ച് നമുക്ക് 2 എക്സ്ട്രാ ഉണ്ടാക്കി വയ്ക്കാം. എത്രയും സ്പേസ് ഒതുക്കി കിട്ടുമോ അത്രയും നല്ലതല്ലേ. അപ്പം ഞാൻ ആദ്യം 2 വലിയ പീസ് എടുത്തിട്ടുണ്ട്. 2 സൈഡുള്ള കാലിൻ്റെ 4 ഭാഗം വരും. 4 പീസായിട്ട് നമുക്ക് കിട്ടും വെട്ടിയെടുക്കുമ്പം. അപ്പോൾ ആദ്യം 2 വലിയ പീസ് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പീസായിട്ട് ബാക്കിയിരിക്കുന്ന 2 നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പെൺപിള്ളേരുടെ യൂണിഫോം സ്കേർട്ട്, ചുരിദാറിൻ്റെ പീസ്, ചുരിദാറിൻ്റെ ചെറുതായതോ എല്ലാം എന്തോ തുണി ഉണ്ടെങ്കിലും തയ്ക്കാം. ഇച്ചിരി കട്ടിയുള്ള കോട്ടൺ ആണെങ്കിൽ നല്ലതാണ്. ആദ്യം ഞാൻ ചെറിയ പീസിൻ്റെ എല്ലാം ഒരു സൈഡ് മടക്കി അടിച്ചു. എന്നിട്ട് നമ്മൾ ഈ ഓരോരോ പീസും ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പാൻറ്റിൻ്റെ പീസായതുകൊണ്ട് അടിവശം മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പം മേളിൽ മാത്രം ഒരു സൈഡ് മടക്കി അടിച്ചാൽ മതി. അപ്പം ഞാൻ തയ്ക്കാൻ എളുപ്പത്തിന് 2 സൈഡും ബെൽപ്പിന് വെച്ചിട്ടുണ്ട്. അല്ലാതെ തയ്ക്കുന്നവർക്ക് തയ്ക്കാം. മെഷീൻ ഇല്ലെങ്കിൽ ഇത് കൈ കൊണ്ടാണെങ്കിലും നമ്മൾ തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ 4 ഇത് പൗച്ച് പോലെ തയ്ച്ച് കഴിഞ്ഞു. 2 സെറ്റ്. ഇത് പ്ലെയിനായിട്ടിരിക്കുന്നതുകൊണ്ട് അതിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടി സൈഡിൽ ഞാൻ വേറെ ഒരു ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ പീസാണ്. അപ്പം ഞാനത് സൈഡ് ഒരു ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ലേസോ സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ ഈ 2 സൈഡും ഈ കട്ട് പീസ് വെച്ച് ഒരു ബോർഡർ പോലെ തയ്ക്കുന്നുണ്ട്. എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ഒരു ക്രിയേറ്റിവിറ്റി വേണ്ടേ, അത് കാണാൻ ഒരു ലുക്ക് വേണ്ടേ, അതുകൊണ്ടാണ് ഇത് തയ്ക്കുന്നത്. ഇതില്ലാതെ പ്ലെയിനായിട്ട് സൈഡ് മടക്കി അടിച്ചാലും മതി. അതിൻ്റെ ഒരറ്റത്ത് 2 സൈഡും കയറ് പോലെ വെച്ചിട്ടുണ്ട്. അത് വെച്ച് കെട്ടിയിടുക, അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ ഹാങ്ങറിൽ തൂക്കിയിടാം. ഏത് രീതിയിൽ വേണേലും നമ്മൾ യൂസ് ചെയ്യാം. അതെൻ്റെ ഇപ്പോൾ ഒരെണ്ണം ഞാനിങ്ങനെ ഹാങ്ങറിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ സോക്സോ പാൻറ്റീസോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്താ ഒതുക്കി വെക്കാൻ ഉദ്ദേശിക്കുന്ന അതുപോലെ, അല്ലെങ്കിൽ ഈ തയ്ക്കുന്ന ഐറ്റംസ് അല്ല വരയ്ക്കുന്നവരാണെങ്കിൽ പെൻസിൽ, കളർ പെൻസിലും അങ്ങനത്തെ ക്രാഫ്റ്റ് ഐറ്റങ്ങൾ എന്ത് വേണേലും വെക്കാം. അതല്ലെങ്കിൽ ജനലിൻ്റെ സൈഡിലാണ് ഞാൻ നേരത്തെ ഒരെണ്ണം പണ്ട് തയ്ച്ചിട്ടതാണ്. അപ്പോൾ അത് ചുരുങ്ങിയൊക്കെ പോയപ്പം ഞാൻ വേറെ ഒരെണ്ണം ആക്കാമെന്ന് വെച്ചു. ഇപ്പോൾ പൊന്നുവിൻ്റെ സ്ലൈഡ്, ഹെയർ ബാൻഡ് അങ്ങനത്തെ ഐറ്റങ്ങൾ, നമ്മൾ കുടയുടെ ബാക്കി, ഇപ്പം പിന്നെ നമ്മൾ സാരിക്ക് കുത്തുന്ന പിന്നെ ഇങ്ങനത്തെ എല്ലാം ഒരിടത്ത് നമ്മൾ വയ്ക്കുവാണെങ്കിൽ തപ്പിയെടുക്കാതെ പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കുകയും ചെയ്യാം. സ്പേസും ഒതുങ്ങി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.